ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളാക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലഅനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. ഭയങ്കര കിതാബാ മൂപ്പർ കണ്ടത്. ഇബിലീസ് എന്നെ ഉണ്ടാക്കിയതായിരിക്കും, മൂപ്പർ ഇബിലീസിന്റെ ഓടിയതുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പച്ചക്കുബ്ബയുള്ള ജാറമടക്കം സർവ്വ ജാറങ്ങളും ഇടിച്ച് നിരത്തിയ നിലയിൽ രക്ഷയുള്ളൂ എന്നാ മൂപ്പർ പറയും. ശ്വാസം മുട്ടിക്കൊണ്ട് പറയാ. ഇവരും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം മുസ്ലിമീങ്ങളെ? പിന്നെ മൂപ്പർ എന്താ പറഞ്ഞത്? മലക്കുകൾ ഇറക്കും പോലും. നാട് കാണി എത്ര മലക്കുകൾ ഇറങ്ങിയത്? ഖബർ പോയിക്കും എത്ര മലക്കുകൾ ഇറങ്ങിയത്? മലക്കുകളല്ല ഇറങ്ങിയത്, പോലീസാ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്ന യഹൂദികളെ കടത്തി വെട്ടിയ വർഗമാണ് ഈ മൗലവിമാർ. അള്ള പറഞ്ഞില്ലേ, فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടി പടച്ചവന്റെ മേൽ അള്ളാന്റെ മേൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് നബിയേ? ചോദിക്കട്ടെ മൗലവിമാരെ, അള്ള മലക്കുകൾ ഇറക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം തകർത്താൽ, സർവ്വജാറവും തകർത്താൽ സഹായിക്കാൻ അള്ള മലക്കുകൾ ഇറക്കുമെന്ന് ഉമർ മൗലവി പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, ഉമർ മൗലവിക്ക് വഹി ഇറങ്ങുന്നുണ്ടോ? അള്ള മലക്കിനെ ഇറക്കുമെന്ന് അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ മൗലവി? ശ്വാസം മുട്ടിക്കൊണ്ട് അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? അള്ള അങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഖുർആനിൽ ആയത്തുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ടോ? വല്ല മഹാന്മാരും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഫത്വ കൊടുക്കാൻ, അള്ള മലക്കുകളെ ഇറക്കുമെന്ന് പറയാൻ ഓ ഉമർ മൗലവി, അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ഈ ഉമർ മൗലവിയേക്കാൾ വലിയ അക്രമി ദുനിയാവിലാരാണ്? അള്ള ചോദിക്കുന്നത് കണ്ടോ? ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ല الناس بغير علم. മറ്റൊരായത്തിൽ അള്ള പറയുന്നത് കണ്ടോ? ഉൻദുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ വകഫാ ബിഹി ഇസ്മൻ മുബീനാ. അല്ലാഹുവിന്റെ മേൽ ശുദ്ധ നുണ പറയുന്നത് കണ്ടില്ലേ നബിയേ? യഹൂദികളെ കടത്തി വെട്ടിയ കക്ഷികൾ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി, സിബ്റൻ ബിസിബ്റിൻ, ചാണിന് ചാണായി യഹൂദികളെ നിങ്ങൾ പിന്തുടരുമെന്ന് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ മൗലവിമാരെ അല്ലാഹുവിന്റെ റസൂൽ? അതിവിടെ പുലർന്ന് കണ്ടില്ലേ? മദീനയിലെ പച്ചക്കുപ്പ തച്ചു തകർത്ത് തരിപ്പണമാക്കാത്തത് 10,000 ഖുറാഫികൾ നെഞ്ചത്തടിച്ച് ചാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് വഹാബി ഭീകരൻ പറയുന്നത് കേൾക്കുക. സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുപ്പ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് താർക്കാൻ കേന്ദ്രമിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുൽപ്പ തകർക്കും. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുൽപ്പ തകർക്കും. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുൽപ്പ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് തകർക്കാൻ നിന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട്, കോൺസുലേറ്റ് മുമ്പിൽ പോയിട്ട് കുറെ ഖുറാബികൾ നെഞ്ഞത്തടിച്ച് ചാവും. ഖബർ വിളിക്കണോന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. സൗദിയിലെ കോൺസുലേറ്റിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് കരയും, ചത്തുപോകും. അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആ കുബ്ബയിൽ കൈവെക്കാത്തതെന്ന് ഉള്ളിന്റെ ഉള്ളിലുള്ള ചിന്ത പുറത്തു വന്നുപോയില്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ ഞങ്ങൾ തകർക്കും. ഖുറാഫികൾ അതാ നെഞ്ഞത്തടിച്ച് ചാവണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, പുന്നാര നബിയോടുള്ള മഹബ്ബത്ത്,
അല്ലാഹു നമ്മുടെ ഖൽബിലേറ്റി തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ തച്ചു തകർത്ത് തരിപ്പണമാക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച ഇവനെക്കാളും വലിയ കൊടും ഭീകരൻ ലോകത്ത് മറ്റാരുമില്ല.